വൺ പീസിലെ ഫേമസ് ബ്ലേഡുകളെ പറ്റി ഒന്ന് നോക്കാം. വൺ പീസിൽ പല ക്യാരക്ടേഴ്സും ഒരുപാട് ബ്ലേഡ്സുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം. എന്നാൽ ഈ ബ്ലേഡുകളെ പറ്റി അങ്ങനെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഭൂരിഭാഗം പേർക്കും ചിലപ്പോൾ അറിവുണ്ടായിരിക്കില്ല. അതിനാൽ എനിക്കറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടാതെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിൻ്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫേമസ് ബ്ലേഡുകളെന്ന് വൺ പീസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പേരെടുക്കാത്തതും എടുത്തതുമായ ഇനം സോഡുകളെയെല്ലാം പല പല റാങ്കിങ്ങിലാണ് വൺ പീസിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇവ അവയുടെ പേരിൻ്റെ കീർത്തി കൊണ്ടോ അതിൻ്റെ ക്വാളിറ്റി മൂലമോ അതുമല്ലെങ്കിൽ ഒരുപാട് യുദ്ധങ്ങളിൽ പടവെട്ടിയത് കൊണ്ടോ നേടിയെടുക്കുന്ന ഒന്നാണ്. ഇങ്ങനെ റാങ്ക് ചെയ്യുന്ന ബ്ലേഡുകളെ അവയുടെ ക്വാളിറ്റിക്കനുസരിച്ച് വിളിക്കപ്പെടുന്നൊരു പേരാണ് ഗ്രേഡുകൾ. ഒരു ക്രാഫ്റ്റ്മാൻ്റെ കഴിവാണ് ഒരു സാധാരണ ബ്ലേഡിനെ ഫുൾ പൊട്ടൻഷ്യലോട് കൂടിയ എന്തിനേയും കീറി മുറിക്കുവാനും ഏതൊരു ശക്തിശാലിയെ അരിഞ്ഞു തള്ളാനും സാധിക്കുന്ന ഒരു സോഡാക്കി മാറ്റുക എന്നത്. ഇങ്ങനെ ഷാർപ്പും ഡ്യൂറബിളുമായി സ്മിത്ത് ചെയ്യുന്ന ബ്ലേഡുകളെ അസൈൻ ചെയ്തിരിക്കുന്ന റാങ്കിങ്ങിൻ്റെ പേരാണ് ഗ്രേഡഡ് ബ്ലേഡ് അഥവാ ഷാർപ്പ് ബ്ലേഡ്. അതിൽ ഒന്നാണ് സുപ്രീം ഗ്രേഡോട് കൂടിയ ബ്ലേഡുകൾ. ഈ സുപ്രീം ഗ്രേഡോട് കൂടിയ ബ്ലേഡുകൾ 12 എണ്ണമാണ് വൺ പീസിലുള്ളത്. അതിലേതെങ്കിലും ഒന്ന് വീൽഡ് ചെയ്യുന്ന സോർട്സ്മാൻ ഗോഡ് ലെവൽ പവർഫുൾ ആയിരിക്കുമെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 5 വെൽഡേഴ്സിൽ ഒരാളായ നുസ്ജുരോ, അതുപോലെ ഗ്രേറ്റസ്റ്റ് സോർട്സ്മാനായ മീഹോക്ക്, അതുപോലെ കിങ് ഓഫ് ദ പൈററ്റായ റോജർ, അതുപോലെ ഫാദർ ഓഫ് ദ സീ ആയിരിക്കുന്ന വൈറ്റ് ബിയേഡ്, ഇവരൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ സുപ്രീം ഗ്രേഡോട് കൂടിയ സോർട്സുകളാണ്. ഇനി രണ്ടാമത്തേതാണ് ഗ്രേറ്റ് ബ്ലേഡ്സ്. ഇവ 21 എണ്ണമാണ് വൺ പീസിലുള്ളത്. ഫോർ എക്സാമ്പിളായിട്ട് സാൻഡായ് കിറ്ററ്റ്സു, വാഡോ ഇച്ചിമോജി, എമ്മ, നിഡായ് കിറ്ററ്റ്സു, അമേനോ ഹബാക്കിരി, ഇവയിൽ പലതും നമുക്ക് പരിചിതമായ ബ്ലേഡുകളാവാം. വാനോ ആർക്കിൽ സൊറോയും മറ്റുള്ള സാമുറായിമാരും ഉപയോഗിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രേഡ് ഓഫ് ബ്ലേഡുകളെ പറ്റി നിങ്ങളിൽ പലർക്കും അറിവുണ്ടായിരിക്കാം. ഇതിൽ ഓരോ ബ്ലേഡിനും ഏകദേശം 1 മില്യനാണ് വിലയിട്ടിരിക്കുന്നത്. അതിനാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ ഒരു സോർട്സ് വീൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സോർട്സ്മാൻ എക്സ്ട്രീം വിൽ പവർ ഉള്ളവനും ഒന്നിനോടും പതറാതെ പോരാടുന്നവനുമായിരിക്കണം. അങ്ങനെയുള്ള ഒരാളെ മാത്രമേ ഈ ബ്ലേഡുകൾ ചൂസ് ചെയ്യാറുള്ളൂ. അത്രത്തോളം പവർഫുള്ളായ ഒരു ഇനമാണ് ഈ ഗ്രേഡ് ബ്ലേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് സ്കിൽഫുൾ ഗ്രേഡ് ബ്ലേഡ്സ്. ഇവ ഏകദേശം 50ഓളം ഉണ്ട്. അവയിൽ നമുക്കറിയാവുന്ന ഒരു ബ്ലേഡാണ് സൊറോ യൂസ് ചെയ്തിരുന്നതും പിന്നീട് നശിപ്പിക്കപ്പെട്ടതും. എക്സാമ്പിളായിട്ട് യുബാഷിരി. ഇതിൽ യുബാഷിരി എന്നത് എനീസ് ലോബിയുടെ അവസാന രക്ഷപ്പെടൽ ഫൈറ്റിൽ മറൈൻ ക്യാപ്റ്റനായിരുന്ന ഹു എന്നയാൾ റെസ്റ്റ് എന്ന ഫ്രൂട്ടിൻ്റെ ശക്തി ഉപയോഗിച്ച് ഈ ഒരു ബ്ലേഡിനെ പൊട്ടിച്ചു കളയുന്നുണ്ട്. പിന്നീട് ത്രില്ലർ ബാർക്കിൽ അത് ഉപേക്ഷിക്കുകയും ലെജൻഡറി സോഡായിരുന്ന ഷ്യൂസ് റൂമയുടെ കൈകളിൽ നിന്നും കൈപ്പറ്റുകയും ചെയ്തു. എനിവേ, ഇതാണ് സ്കിൽഫുൾ ഗ്രേഡ് ബ്ലേഡ്സ് എന്ന് പറയുന്നത്. ഇനി അൺനോൺ ഗ്രേഡ് ബ്ലേഡ്സ് ഉണ്ട്. ഇവ പേരെടുക്കാത്തതും പേരെടുത്തതുമായ സോർട്സ് ആണ്. ഫോർ എക്സാമ്പിൾ കാറ്റ് ക്ലോസ്, നൊനോസമാബോ, സോളിഡ്, നെപ്പോളിയൻ എക്സെട്ര. ഇവയൊക്കെ പരിചിതമായ കുറച്ചു പേർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവാം. എക്സാമ്പിളായി ബിഗ് മോം, ബ്രുക്ക്, എനല്, ഇങ്ങനെയുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രേഡ് ബ്ലേഡുകളുടെ സോഴ്സ് എവിടെ നിന്നാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് ഇവയെ അൺനോൺ ഗ്രേഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ബ്ലാക്ക് ബ്ലേഡുകൾ എന്താണെന്ന് നോക്കിയാൽ ചില സാഹചര്യങ്ങളിൽ ഒരുപാട് എണ്ണപ്പെടാൻ സാധിക്കാത്ത പോരാട്ടങ്ങളുടെ ഫലമായി ചില സോഡുകൾ പെർമനൻ്റ്ലി ബ്ലാക്കായി മാറുന്നത് കാണാൻ സാധിക്കും. അവ എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത് എന്ന് നോക്കിയാൽ ഒരു സോർട്സ്മാൻ അളവിലധികമുള്ള ആർമമെൻ്റ് ഹാക്കി അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതൊരു കറുത്ത രൂപത്തിലേക്ക് മാറുന്നു. ഇങ്ങനെ നിരന്തരമുള്ള അവയുടെ പ്രക്രിയ മൂലം ആ സോഡ് എന്നേക്കുമായി ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് മാറപ്പെടുന്നു. അങ്ങനെയുള്ള സോഡുകൾ ഒരു സാധാരണ സോഡ്സുകളെക്കാട്ടിലും 10 മടങ്ങ് പവർഫുൾ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ മീഹോക്കിൻ്റെ സോഡായ യൊറു എന്നത്. കൂടാതെ റൂമയുടെ പക്കലുള്ള ഷ്യൂസ് എന്ന് പറയുന്ന വാളും ഒരു ബ്ലാക്ക് ബ്ലേഡാണ്. ഇനി അവസാനമായി കേഴ്സ്ഡ് ബ്ലേഡ്സിനെ കുറിച്ച് നോക്കാം, അഥവാ ശപിക്കപ്പെട്ട ബ്ലേഡുകൾ. ഞാൻ നേരത്തെ ഗ്രേറ്റ് ബ്ലേഡ്സുകൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എക്സ്ട്രീം വിൽ പവർ ഉള്ള ഒരു സോർട്സ്മാനെ മാത്രം ചൂസ് ചെയ്യുന്ന ഈ സോഡുകൾ കൃത്യമായി വീൽഡ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ആ ഒരു സോർട്സ് തൻ്റെ യൂസറിൻ്റെ തന്നെ ജീവൻ അപഹരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ അങ്ങനെയുള്ള ഇനം ബ്ലേഡുകളെ കേഴ്സ്ഡ് ബ്ലേഡ്സ് എന്നാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. സൊറോയുടെ പക്കലുള്ള സാൻഡായ് കിറ്ററ്റ്സു അതിനൊരു ഉദാഹരണമാണ്. ഇങ്ങനെ അനവധി പരിചയപ്പെടാത്തതും പരിചയമുള്ളതുമായിട്ടുള്ള ഒരുപാട് സോഡുകൾ
വൺ പീസ് വേൾഡിലുണ്ട്. എനിവേ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.